മഴക്കാലം എന്ന് പറയുന്നത് ഇലച്ചെടികളുടെ ഒരു കാലമാണല്ലേ. ഇലച്ചെടികൾ നന്നായിട്ട് വളരുന്ന ഒരു സമയമാണ്. എല്ലാ ചെടികളും നന്നായിട്ട് വളരുന്ന സമയമാണെങ്കിലും ലീഫി പ്ലാന്റ്സിന് കുറച്ചൊരു ഭംഗി കൂടുതലുണ്ടാകുന്നത് മഴക്കാലത്താണല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ്സിനെ ഒന്ന് പ്രൂൺ ചെയ്തിട്ട് നമുക്ക് വേറെ ഒരു കട്ടിങ്സ് പിടിപ്പിക്കുന്ന വീഡിയോ ആണ്. റെഡ് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സിന് അത്യാവശ്യം റേറ്റ് ഉള്ള പ്ലാന്റ് ആണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ ഇതുപോലെ പ്രൊപ്പഗേഷൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേഷൻ ചെയ്തത്, ഇതിൻ്റെ ഒരു മെത്തേഡാണ് കാണിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് റൂട്ടായിട്ട് വരും കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് വേറൊരു പോട്ടിലേക്ക് വളങ്ങളൊക്കെ ചെയ്തിട്ട് മാറ്റി നട്ടാൽ മതി. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഇതാ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഷൂട്ട്സൊക്കെ പുതിയത് വന്നത് കാരണം നമുക്ക് ഇതിനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കട്ടിങ്സ് നീണ്ടു പോയിട്ട് അധികം ഭംഗിയില്ല കേട്ടോ. അപ്പോൾ ഇത് പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല തൈയായിട്ട് കിട്ടുകയും ചെയ്യും, ചെടി ഉഷാറായിട്ട് നിൽക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇതാ 2 കട്ടിങ്സ് ആക്കി എടുക്കാനുള്ള അത്രയും വലിപ്പമുള്ള ഒരു ഷൂട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് നമ്മൾ വേറൊരു കട്ടിങ്സ് ആക്കിയിട്ട് പ്രൊപ്പഗേഷൻ ചെയ്യാൻ എടുക്കുന്നുണ്ട്. നീളം കൂടി പോയി കഴിഞ്ഞാൽ മറിഞ്ഞ് വീഴാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അതേപോലെ കനം വരുന്നതിന് ലീവ്സും കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പോട്ടി മിക്സിങ് എന്താണെന്ന് വെച്ചാൽ മണലാണ് കേട്ടോ. മണലിൽ നമുക്ക് വേഗത്തിൽ തന്നെ ഇതിൻ്റെ റിസൾട്ട് കിട്ടാറുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് സാഫും കൂടി ഡിപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് ഫംഗസ് ഒന്നും വരാതിരിക്കും. ചെടീനെ ഇതുപോലെ പ്രസ്സാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഷെയ്ഡിൽ വെച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് വെള്ളം നനച്ചതിന് ശേഷം മാറ്റി വെച്ച് കൊടുക്കുക. വെള്ളം കൂടുതലാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.